ഹായ് സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മദീനയിലാട്ടുള്ളത്, മസ്ജിദുൻ നബി അതിൻ്റെ മുന്നിൽ. പച്ചക്കുപ്പ കാണുന്നുണ്ടല്ലോ, അതാണ് ട്ടോ റൗള. റസൂലിനെ മറവ് ചെയ്ത, അതായത് ആയിഷ ബീവിയുടെ വീട്. അവിടെ വെച്ചിട്ടാണ് റസൂല് വഫാത്താകുന്നത്. അവിടെ തന്നെ മറമാടുകയാണ്. അപ്പോൾ അതാണ് റൗള. റൗള എന്ന് പറയുന്ന ആ ഭാഗം അതാണ്ടോ. മദീന പള്ളിയുടെ ഈ പുറത്ത് കാണുന്ന ഈ കൊട, അതൊരു സെൻസർ വെച്ചിട്ട് ഈ പകൽ സമയങ്ങളിൽ, വെയിലുള്ള സമയങ്ങളിൽ, അതുപോലെ മഴയുള്ള സമയങ്ങളിലൊക്കെ അത് തുറന്നു വരും. അതേമാതിരി വൈകുന്നേരം ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞ് പോകും. നല്ല രസമാണ് അത് തുറന്നിങ്ങനെ വരുന്നതും അത് അടയുന്നതൊക്കെ കാണാൻ. അപ്പോൾ അതൊക്കെ കുറേ നേരം നോക്കി നോക്കൂട്ടോ. മദീന പള്ളിയിൽ നല്ല തിരക്ക് അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഈ ഉംറൻ്റെ ഒക്കെ ഒരു സീസൺ ആയതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന പല ഭാഷക്കാർ, പല വേഷക്കാർ, ഒരുപാട് ആൾക്കാർ കേട്ടോ. വെള്ളിയാഴ്ച ഞങ്ങൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് താഴെ പിന്നെ നമുക്ക് സ്ഥലം കിട്ടില്ല. ഞങ്ങളൊക്കെ അതിൻ്റെ പള്ളീൻ്റെ ചുറ്റുഭാഗമൊന്ന് നടന്ന് വന്നപ്പോഴേക്കും പിന്നെ ഞങ്ങൾ പള്ളീൻ്റെ മുകളിലേക്ക് കയറി. അപ്പോൾ പള്ളീൻ്റെ മുകളിലാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. അവിടെ അന്നാണ് ജുമുഅ നമസ്കാരം നടന്നത്. അപ്പോൾ ആ സൈഡിൽ വെച്ചില്ലേ ഒരു ഇങ്ങനെ ക്യാനുകൾ കണ്ടില്ലേ, ആ ക്യാനുകളിലൊക്കെ സംസം വെള്ളം കേട്ടോ. ഈ സംസം വെള്ളം ഇഷ്ടംമാതിരി നമുക്കവിടെ കുടിക്കാനും ഉപയോഗിക്കാനൊക്കെ അവിടെ പള്ളീൻ്റെ അകത്ത് അത് റെഡിയാണ്. അത് എനിക്ക് തോന്നുന്നത് മക്കയിൽ നിന്ന് പൈപ്പ് മാർഗമായിരിക്കും മദീനയിലേക്ക് ആ വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പള്ളീൻ്റെ അകത്ത്, മദീന പള്ളീൻ്റെ അകത്തേക്ക് പോയിട്ടോ. അത് പിന്നെ ഒരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതിൻ്റെ ആ പള്ളീൻ്റെ ചന്തും അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിൽ ഒരു വെളുത്ത മാർബിൾ കല്ല്, ആ മാർബിൾ കല്ല് തറയിൽ വിരിച്ചതും, ഇരു ഹറമിൻ്റെയും തറയിൽ വിരിച്ച ആ മാർബിൾ കല്ലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഗ്രീസിൽ നിന്ന് കൊണ്ടുവന്നാണ്. ചൂടാവാത്ത മാർബിൾ. അത്ര നമ്മളൊരു 50 ഡിഗ്രി ചൂടുണ്ടെങ്കിലും അതിൽ കൂടി നമ്മൾ നടക്കുകയാണെങ്കിൽ ചൂടാവാത്ത മാർബിൾ കല്ല്. ആ മാർബിൾ കല്ലാണ് ഈ അതിൻ്റെ ഭിത്തികളിലും തൂണുകളിലൊക്കെ പതിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മദീന പള്ളീൻ്റെ അകത്ത് റൗളൻ്റെ ഈ ഭാഗത്ത്, റൗള ഷെരീഫിൻ്റെ ഈ ഭാഗത്ത് പ്രവാചകൻ പ്രത്യേകം പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അതായത് എൻ്റെ വീടും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം, അത് വളരെ പ്രധാനമുള്ള സ്ഥലമാണ്, സ്വർഗത്തിലെ ഒരു ഇടമാണെന്നാണ് പറഞ്ഞത്. അപ്പം വിശ്വാസികൾ അവിടെ വന്നിട്ട് നിസ്കരിക്കാനും പിന്നെ അവിടെ പ്രാർത്ഥനയിലൊക്കെ അവിടെ പ്രത്യേക ആൾക്കാർക്ക് ആ ഭാഗത്ത് വന്ന് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടുതലാണ്. അപ്പം ഇവിടെയാണ് ഈ ഭാഗത്താണ് റൗള ഷെരീഫിൻ്റെ ഈ ഭാഗത്തും പള്ളീൻ്റെ അകത്തുള്ള സ്ഥലമാട്ടോ. ഇവിടെയാണ് ആ മിമ്പർ. ഈ മിമ്പറാണ് ഈ കാണുന്നത്. ഈ പച്ച, ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാൽ ഈ കാർപ്പറ്റിന് ചെറിയൊരു നിറമാറ്റം ഉണ്ടാവും. മറ്റ് കാർപ്പറ്റിനെ കാട്ടിലും ഒരു ഇതിൽ വെള്ള കാർപ്പറ്റാണ് ഈ ഭാഗത്ത് ഉണ്ടാവുക. നമ്മൾ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ റൗള ഷെരീഫാണ്. പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ആ സ്ഥലങ്ങൾ, മെമ്പറും എൻ്റെ വീടിൻ്റെയും ഇടയിലുള്ള സ്ഥലങ്ങൾ, ആ ഭാഗമാണ്. ഇവിടെ ഒരു പ്രത്യേക മാർക്കുണ്ട്. നമ്മൾ ഒരു പച്ച മാർക്ക് അവിടെ കാണാം. പച്ച മാർക്കല്ല, പച്ച ഈ ഖുർആൻ്റെ ലിപികളിൽ എഴുതിയ ആ സ്ക്വയറായിട്ട് ആ സ്ഥലം അവിടെ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ വിശ്വാസികൾക്ക് പിന്നെ അവിടെ നിന്ന് ഇരിക്കാനും നിസ്കരിക്കാനൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. പള്ളിൻ്റെ അകത്തെ പിന്നെ ഒക്കെ ഒരു വെള്ള മാർബിൾ കല്ല് കൊണ്ടാണ് ഈ ഭാഗങ്ങളൊക്കെ അതിൻ്റെ മൂടി പിടിപ്പിച്ചതും അതിൻ്റെ തറയിൽ വിരിച്ചതൊക്കെ ആയ കല്ല്
ഒരു വെള്ള മാർബിൾ കല്ലാണ്. ഒരു പ്രത്യേകത ഉണ്ട് ആ കല്ലിന്. ആ കല്ല് ഒരിക്കലും ചൂടാവില്ല. നമ്മളിപ്പോൾ അതിൻ്റെ പുറത്ത് വിരിച്ചപ്പോൾ ഈ 2 ഹറമിലും ഈ പുറത്ത് വിരിച്ച കല്ല് വെള്ള മാർബിൾ കല്ലാണ്. നമ്മളെ നാട്ടിലൊന്നും ആ കല്ല് കിട്ടിയിട്ടുണ്ടാവില്ല. ആ കല്ല് വന്നത് ഗ്രീസിൽ നിന്നാണ്. ഈ വെണ്ണക്കല്ല് ഗ്രീസിൽ നിന്ന് ഷിപ്പ് മാർഗം എത്തിച്ചിട്ടാണ് ഇത് ഇവിടെ തറയിൽ വിരിച്ചത്. അതായത് ഒരു 50 ഡിഗ്രി 60 ഡിഗ്രി ഒക്കെ ചൂട്, 52 ഡിഗ്രി വരെയൊക്കെ ചൂട് വരും ഈ ചൂട് കാലങ്ങളിൽ ഈ മക്കയിലായാലും മദീനയിലായാലും. അപ്പോൾ ആ അത്രയും ചൂടിനെ തരണം ചെയ്യാൻ നമ്മളൊക്കെ ആ സമയത്ത് എന്ത് നടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ആദ്യമൊക്കെ വിചാരിച്ച എന്താ ഈ മാർബിളിൻ്റെ അടിയിൽ AC വെച്ചിട്ട് അങ്ങനെ തണുപ്പിച്ചതായിരിക്കും എന്നൊക്കെയാണ്. അപ്പോൾ അതല്ല ശരിക്കും. അത് ആ മാർബിളിൻ്റെ ആ കല്ലിൻ്റെ ഒരു പ്രത്യേകത, ചൂടാവാത്ത ഒരു കല്ലാണ്. ആ കല്ല് തന്നെയാണ് അതിൻ്റെ തൂണുകൾക്ക്, അതിൻ്റെ ഭിത്തികൾക്കൊക്കെ ഇപ്പം സൈഡിൽ പിടിപ്പിച്ചിട്ടുള്ളത്. അതേമാതിരി ഈ ഹറമിൻ്റെ പള്ളീൻ്റെ അകത്തൊക്കെ ഏത് സമയത്തും നൂറുകണക്കിന് ഈ തൊഴിലാളികൾ അത് പിന്നെ ക്ലീൻ ചെയ്യുകയും തുടയ്ക്കുന്നതും വൃത്തിയാക്കുന്നതും അവിടുത്തെ ഖുർആൻ്റെ ഇതൊക്കെ അങ്ങനെ അട്ടിക്ക് വെക്കുന്നതൊക്കെ ഏത് സമയത്തും ആളുകളുണ്ടാവും കേട്ടോ. അപ്പോൾ റൗള ഷരീഫിൻ്റെ ഈ ഭാഗത്ത് കൂടെ നമ്മളങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്താണ് പ്രവാചകൻ്റെ ഖബറ്, അതേമാതിരി അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, അങ്ങനെ 3 ഖബറുകളാണ് ഈ ഇതിൻ്റെ അകത്തുള്ളത്. പക്ഷെ നമ്മൾക്ക് പ്രവാചകൻ്റെ ഖബറൊന്നും ഇപ്പം നമുക്ക് കാണാൻ കഴിയില്ല. അത് ചരിത്രത്തിൽ അങ്ങനെ പറയുന്നത് 3 അറകളാക്കിയിട്ട്, അതായത് ഖബറിന് ചുറ്റും 3 അറകളാക്കിയിട്ട് അത് ബന്ധസ്ഥാക്കി എന്നുള്ളതാണ്. അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി, ഖബറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി പല ഘട്ടത്തിൽ പല ഭരണാധികാരികൾ അതങ്ങനെ മൂടി എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം പ്രവാചകൻ്റെ ഖബറിൻ്റെ അടുത്ത് വരെ തുറന്നു കഴിഞ്ഞിട്ട് പ്രവാചകൻ്റെ മയ്യത്ത് കടത്തിക്കൊണ്ട് പോകാനുള്ളൊരു ശ്രമം നടന്നതിന് ശേഷം ആണ് അത്തരം ഈയം അതേമാതിരി പഞ്ചലോഹങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത്തരം ഇത് വെച്ചിട്ട് ഈ ഖബറിന് ചുറ്റും ബന്ധസ്ഥനാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഖബർ നമുക്ക് കാണാൻ കഴിയില്ലെന്നാണ് ചരിത്രത്തിൽ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഇങ്ങനെ 3 ഖബറുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ 4മതൊരു ഖബർ അവിടെ വരും എന്ന് പറയുന്നുണ്ട്. അത് ചരിത്രത്തിൽ ഞാൻ വായിച്ചതാണ്. അതായത് ഈസാ നബിൻ്റെ ഖബർ ഇനി അവിടെ, അതായത് ഈസാ നബി ഇനി ഭൂമിയിലേക്ക് വന്നിട്ട് ഒരു ഭരണമൊക്കെ നടത്തി അവിടെ മരണപ്പെട്ടാൽ അവിടെയാണ് മറവ് ചെയ്യുക. അതിന് ഒരു സ്ഥലം അവിടെ ഉണ്ടെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അത് അപ്പം ജന്നത്തുൽ ബഖയിലേക്കാണ് നമ്മളിപ്പം പോകുന്നത്. അതായത് 10,000-ഓളം സഹാബികൾ, അതേമാതിരി നബിമാരുടെ ഭാര്യമാർ, മക്കൾ, അവരൊക്കെ ഖബറുകളുള്ള സ്ഥലങ്ങൾ. ഇവിടെ സമയം പരിമിതപ്പെടുത്തുന്നുണ്ടോ. വൈകുന്നേരം 4 മണി മുതൽ, അതായത് അസറിന് ശേഷം മഗ്‌രിബ് വരെയാണ് പ്രവേശനമുള്ളത്. പിന്നെ സുബഹീൻ്റെ സമയത്തും ഉണ്ട് എന്നാണ്ട് പറയുന്നുണ്ട്, അതറിയില്ല കേട്ടോ. അപ്പോൾ സമയപരിമിതി ഉണ്ട്. 2 മണിക്കൂർ മാത്രമേ അതിൻ്റെ ഒരു സന്ദർശന ഈ ഭാഗത്തേക്കുള്ള സമയം അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ചില പഴയ ഖബറുകളൊക്കെ അങ്ങനെ പൊളിഞ്ഞ് കുണ്ടൻ ചാടിയതൊക്കെ കണ്ടു. എന്താണെന്നറിയില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ ആളുകൾക്ക് നടക്കാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ നല്ല ഇൻ്റർലോക്കൊക്കെ ഇട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും. ഈ മദീന പള്ളിയുടെ മിനാരങ്ങൾ ഇവിടുന്ന് നോക്കിയാൽ കാണാം. കുറച്ച് മദീന പള്ളിനെക്കാട്ടിലും കുറച്ച് ഉയർന്ന സ്ഥലത്താണ് ഈ ജന്നത്തുൽ ബഖി നിൽക്കുന്നത്. അതുപോലെ ഈ ഹറം വിപുലീകരണത്തിനായിട്ട് ഒരുപാട് ഈ ഇതിൻ്റെ ചുറ്റുഭാഗമുള്ള ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു പോയെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിന് പകരമായിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ ഇതിൻ്റെ മറുവശത്ത്, ജന്നത്തുൽ ബഖിൻ്റെ മറുവശത്ത് ഒരുപാട് പുതിയ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. അപ്പം അബൂ ഖാസിം, കുറച്ച് ഖബറുകളൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ. ഒന്ന് അബൂ ഖാസിമിൻ്റെ ഖബർ കാണിച്ചു തന്നു.
കൂടെ ഉള്ളവർ, അതേമാതിരി ഇമാം മാലിക്, ഇമാം നാഫി എന്നിവരുടെ ഖബറുകളും ഈ ഭാഗത്ത് കാട്ടിത്തന്നു. അതേമാതിരി നബിമാരുടെ ഭാര്യമാരുടെ ഖബറുകൾ ഈ ഭാഗത്തുണ്ട്. അതേമാതിരി ഫാത്തിമ ബീവിൻ്റെ ഖബറ്, റസൂലിൻ്റെ മറ്റു മക്കളുടെ ഖബറുകളൊക്കെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണിച്ചു തന്നത്. ജന്നത്തുൽ ബഖീക്ക് പോകുമ്പോഴേ ശരിക്കും നല്ലൊരു ഗൈഡ് വേണം. എന്നാലേ നമുക്കത് ഇന്നയാളെ ഖബറാണെന്നുള്ളതൊക്കെ കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ സുഖമാണ്. നമുക്ക് ഒറ്റയ്ക്ക് പോയാൽ അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം കൂടുതൽ നല്ല വീഡിയോകളായിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.